രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരുന്ന ആരോപണങ്ങൾ, സ്ത്രീകളാണ് പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. പല സന്ദർഭങ്ങളിൽ പല രീതിയിൽ രാഹുൽ പെരുമാറി എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട പരാതി. അപ്പോൾ ഇങ്ങനെ ഒരു പരാതി വരുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇതിനു മുൻപൊരു പരാതി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിപ്പം പ്രധാനപ്പെട്ട ഒരു പരാതി എന്ന രീതിയിൽ ഇത് സംസ്ഥാന നേതൃത്വത്തിൻ്റെ മുന്നിലേക്ക് എത്തുകയാണ്. അപ്പോൾ കോൺഗ്രസ് തന്നെ, സംസ്ഥാന നേതൃത്വം തന്നെ രാഹുലിനെ ഏകദേശം കൈയൊഴിഞ്ഞ മട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. രാഹുലിൻ്റെ അടുത്ത് സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെക്കാൻ ആവശ്യപ്പെടുന്നു. ഇനിയിപ്പോൾ പുതിയ അധ്യക്ഷൻ വരും. അപ്പോൾ നിലവിൽ ഏറ്റവും എന്താ പറയുക, ഒരു ലോട്ടറി അടിച്ചതുപോലെയാണ് രാഹുലിന് ഈ പറഞ്ഞ പാലക്കാട് സീറ്റ് കിട്ടിയതും MLA സ്ഥാനം കിട്ടിയതുമൊക്കെ. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരാൾക്കൊരു MLA സ്ഥാനം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് മരിക്കുന്നവരെയുള്ള, നമ്മൾ സ്കൂളിലൊക്കെ ജോലി കിട്ടുന്ന പോലെയാണ്, മരിക്കുന്നവരെയുള്ളൊരു പോസ്റ്റാണ്. അങ്ങനെയാണ് ഇതുവരെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കിട്ടിയ ഒരു MLA സ്ഥാനം കൂടി ഈ വരുന്ന തെരഞ്ഞെടുപ്പോടുകൂടി രാഹുലിന് നഷ്ടമാവും ഇപ്പോൾ നടപടി വന്നാൽ. അപ്പോൾ ഇനി ഈ രാഹുലിൻ്റെ രാഷ്ട്രീയ ഭാവി എന്താവാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ കാണുന്നത്? അല്ല, ഈ നിലവിലുള്ള കേരളീയ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് നമ്മുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. ഈ കേരളീയ സമൂഹത്തിൻ്റെ സദാചാരപരമായ ഒരു മനസ്സ് ഒരു അടഞ്ഞ മനസ്സാണെന്ന് നമുക്കറിയാം. അത് ഒട്ടും തന്നെ പുരോഗമനപരമല്ല. നമ്മൾ എത്ര തന്നെ നവോത്ഥാനം പുരോഗമനപരം എന്നൊക്കെ പറഞ്ഞാലും കേരളത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടി എടുത്തു നോക്കൂ, ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഈ സ്ത്രീകളോട് പെരുമാറുന്നത് തീർച്ചയായിട്ടും അന്യായമാണെങ്കിൽ അത് കുറ്റകരമാണ്. പക്ഷെ ഒരു സ്ത്രീ വിഷയം കിട്ടിയാൽ അത് കൈകാര്യം ചെയ്യുന്ന രീതി എന്താണ്? എല്ലാ കാലത്തും അങ്ങനെയാണ്. അത് വിമോചന സമരകാലം തൊട്ട് ഈ കാലം വരെയുള്ള എല്ലാ കാലത്തും അങ്ങനെയാണ്. സ്ത്രീ വിഷയം കിട്ടിയാൽ ഒരു പരസ്ത്രീ ബന്ധം അല്ലെങ്കിൽ ഒരു വിവാഹത്തിനപ്പുറത്തുള്ള അല്ലെങ്കിൽ എക്സ്ട്രാ മെരിറ്റൽ റിലേഷൻ എന്ന് പറയില്ലേ, അങ്ങനെ ഒരു റിലേഷൻ്റെ കേസ് കിട്ടിയാൽ അത് മതി നമുക്കൊരാളെ നശിപ്പിക്കാൻ, ഒരു രാഷ്ട്രീയക്കാരനെ നശിപ്പിക്കാൻ. ഞാൻ പറയുന്നത് ഏത് ഫീൽഡും അതാണ്. ഇതിപ്പോൾ ഞാനിപ്പോൾ UDF ഉള്ള ഘടകകക്ഷികൾക്ക് മാത്രമല്ല, ഇപ്പോൾ CPM-നകത്ത് തന്നെ ഏറ്റവും വലിയ ആരോപണമായി പൊങ്ങി വന്നത് മുഴുവനും പെൺകേസാണല്ലോ. എന്തെല്ലാം സ്ത്രീ വിഷയങ്ങളാണ് ഞാൻ നോക്കുമ്പോൾ. ഇപ്പോൾ ഓരോ കേസ് എടുത്തോളൂ. ഇപ്പോൾ കാസർഗോട്ട് നിന്നാണ് ഒരു കേസ് ആദ്യം വന്നത്, ഓർമ്മയില്ലേ? പി ശശിക്കെതിരെയുള്ള കേസ് അവിടുത്തെ കാസർഗോട്ട് നിന്നാണ്. കണ്ണൂരിൽ ഇപ്പോഴും എത്ര കേസുകളാണ് കണ്ണൂർ പലയിടത്തായിട്ട് പല കേസുകൾ ഉയർന്നു വരുന്നു. PP ദിവ്യക്കെതിരെയും പോലും മീൻസ് അഴിമതിക്കപ്പുറം അല്ലെങ്കിൽ ഒരു കൊലപാതകത്തിനപ്പുറം അതിന് ഒരു പെണ്ണിൻ്റെ മണമുണ്ട്. ഇപ്പോൾ ഈ ബാക്കി കോഴിക്കോട്ട് എത്ര കേസ് പലയിടത്തായിട്ട് മുഴങ്ങിക്കെടുക്കുന്ന ഇതാണ്. അത്തരം കേസുകളൊക്കെ തന്നെ മലപ്പുറത്ത്, പാലക്കാട്ട് PK ശശിക്കെതിരെ വരുന്നു. ഈ വന്നതൊക്കെ തന്നെ എറണാകുളത്ത് ഗോപി കോട്ടമുറിക്കലിനെതിരെ വരുന്നു. കുറച്ചുകൂടി പുറകോട്ട് പോയാൽ തോമസ് ഐസക്കിനെതിരെ കേസുണ്ട്. അത്തരം കേസുകൾ മീൻസ് ആരോപണങ്ങളാണ് ഞാൻ പറയണത്. കേസുകളുണ്ട്. MA ബേബിക്കെതിരെ ധാരാളമുണ്ട്. TN സീമ എന്ന ഒരു ക്യാരക്ടർ തന്നെ വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെട്ടതാണ്. അവർക്ക് ഒരുപാട് യോഗ്യതയുള്ള സ്ത്രീ ആയിരിക്കും, പക്ഷേ അവരുടെയൊക്കെ ഏതെങ്കിലും ഒരു പുരുഷനുമായിട്ടുള്ള റിലേഷൻ. പഴയ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉണ്ടായിരുന്നല്ലോ, സിന്ധു ജോയി, അവരുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ. ഈ കേസുകളൊക്കെ തന്നെ ഇപ്പോൾ ഈ നമ്മൾ പറയുമല്ലോ സ്വരാജിനെതിരെയുള്ള ഏറ്റവും വലിയ കേസുകൾ സത്യത്തിൽ നേർക്കുനേരെ പറയുന്നത് ധിക്കാരം, മറ്റേത് മറിച്ചതെന്നൊക്കെ ആണെങ്കിലും 4 പേര് കൂടിയാൽ സ്വരാജിനെതിരെ പറയാനുള്ള കേസുകൾക്കും ഈ മണമാണുള്ളത്, പെണ്ണിൻ്റെ മണമാണുള്ളത്. മീൻസ് ഞാൻ പറയുന്നത് ഇതൊന്നും സത്യത്തിൽ ഗൗരവമുള്ള രാഷ്ട്രീയ ആരോപണങ്ങളായിക്കൂടാൻ പാടില്ലാത്തതാണ് പല കാരണങ്ങളാൽ. ഒന്ന്, ഈ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ വിലയിരുത്തേണ്ടത് അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു ആക്ഷൻ കൊണ്ട് രാഷ്ട്രത്തിന് എന്ത് നഷ്ടമുണ്ടായി, അതാണ് പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ. ഇപ്പം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇപ്പം ഞങ്ങളുടെ നാട്ടിലുണ്ടായ പ്രമാദമായ കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ കേസ് കോഴിക്കോട് ഐസ്ക്രീം കേസാണ്, കുഞ്ഞാലിക്കുട്ടിക്കെതിരെയുള്ള. ഒന്ന് ഓർത്തു നോക്കുക കേസിൻ്റെ വസ്തുത എന്താണ്. ആ കേസിൻ്റെ വസ്തുത അക്കാലത്തെ കോഴിക്കോട്ട് അങ്ങാടിയിലെ സ്റ്റാർ വേശ്യകൾക്ക് നടപ്പിൽ കൂടുതൽ കാശ് കൊടുത്ത് ഇദ്ദേഹം ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. ഇദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികൾ ഉപയോഗിച്ചു. കൂട്ടാളികൾ ഒക്കെ ഈ പറഞ്ഞ ഷെയ്ഡി ക്യാരക്ടേഴ്സാണ്, കള്ളക്കടത്തുകാരും അത്തരത്തിലുള്ള ആളുകളാണ്. സത്യത്തിൽ ആ കേസ് എപ്പോഴാണ് യഥാർത്ഥത്തിൽ കേസാവുന്നത്? രാജ്യത്തെ ഒരു നിയമത്തിന് മുമ്പിലെ കേസ് വരുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ആ കേസ് കോടതിയിലെത്തിയിട്ട് കോടതിയെ വിലക്ക് വാങ്ങാൻ ഇദ്ദേഹം ശ്രമം നടക്കുമ്പോഴാണ്, കോടതിയെ വിലക്കെടുക്കാനും. അപ്പോൾ അതൊക്കെ ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഒരു രാഷ്ട്രീയ നേതാവിനെ വിലയിരുത്തുന്നതിൽ രാഷ്ട്രീയേതരമായ മാനദണ്ഡങ്ങൾ മലയാളി സൂക്ഷിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടികളോട് പെരുമാറുന്നത് ഇങ്ങനെയാണെങ്കിൽ അതൊരു ദുർബലമായ ക്യാരക്ടറാണ് ഇവൻ എന്ന് മനസ്സിലാക്കിയ ആ പെൺകുട്ടികൾക്ക് കൈകാര്യം ചെയ്യാവുന്ന ഇഷ്യൂ ഉള്ളൂ.
അല്ലെങ്കിൽ അവരാ തരത്തിൽ പെരുമാറുന്നില്ലെങ്കിൽ അത് നിലനിൽക്കില്ലല്ലോ. ഇപ്പോൾ പറഞ്ഞ ഒരു തിരിച്ച് ഒരു മെസ്സേജ് പോയില്ലെങ്കിൽ അത് അവസാനിക്കില്ല. ആ കുട്ടി തന്നെ പറയുന്നുണ്ടല്ലോ, അതെ. അത് അങ്ങനെ അവസാനിപ്പിക്കാവുന്നൊരു കേസല്ലേ. പിന്നെ ഇപ്പോൾ ഒരു നിർണായകമായ ഘട്ടത്തിൽ ഈ പറഞ്ഞ ഇലക്ഷൻ്റെ മുന്നിൽ അതും വളരെ പെട്ടെന്ന് ഈ ഉയർന്നു വന്ന പെട്ടെന്ന് അതിവേഗത്തിൽ വളർച്ചയുണ്ടായ നേതാവാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇങ്ങനെയുള്ള കേസുകളൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ചും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ 1-2 തെരഞ്ഞെടുപ്പുകൾ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ വന്നയാൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ കൂടി ജയിച്ചാൽ പറഞ്ഞ പോലെ എസ്റ്റാബ്ലിഷ്ഡായി, പിന്നെ അങ്ങനെ കോൺഗ്രസ് ആയതുകൊണ്ട് അങ്ങനെ നിന്നോളും കുറേ കാലം. ആ ഒരു രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാനൊക്കെ വേണ്ടി ഇതൊക്കെ ഇത്തരം കേസുകൾ പ്ലാൻ ചെയ്യപ്പെടുന്നില്ല എന്നെന്താ ഉറപ്പ്? ഇപ്പോൾ ഉമ്മൻചാണ്ടിക്കെതിരെ പോലും സ്ത്രീ വിഷയം കൊണ്ടുവന്നില്ലേ, എന്നിട്ട് വിശ്വസിച്ചില്ലേ നമ്മൾ? എന്ത് അത് വിശ്വസിക്കാത്ത ഒരാൾ, എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയത് അത് വിശ്വസിക്കാത്ത ഒരാൾ മറിയാമ്മ ചേർത്തി മാത്രമാണ്. അവരുടെ ഒരു ബോൾഡായ നിലപാടുണ്ടായിരുന്നു അതിനകത്ത്. പിന്നെ പലതും ഞാൻ ഇതൊക്കെ ഉപയോഗപ്പെടുത്തുകയാണ് പലർക്കും. ആരായിരിക്കും ഇപ്പോൾ PC ജോർജിൻ്റെ അടുത്തേക്ക് ഇവരെ പറഞ്ഞയച്ചത്? എന്തായിരുന്നു അവരുടെ പേര്? സരിത പറയും. പിന്നെ അവർ ഭയങ്കര അടുപ്പക്കാരാവുന്നു. ഇതിനു മുമ്പ് കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രമാദമായൊരു വനിതാ MLA ആയിരുന്നു നായിക കഥാപാത്രം. ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള പൊളിറ്റിക്സിൽ എന്ന് വെച്ചാൽ 80s 90s പൊളിറ്റിക്സിൽ അവരായിരുന്നു നായിക. ഇത് എല്ലാ കാലത്തും ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, ഒന്ന് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സംസ്കാരത്തിൽ ഒരു മാറ്റം വരുത്തേണ്ടതുണ്ട്. ഒന്ന് കേരളത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരം മാത്രമല്ല, രാഷ്ട്രീയ സംസ്കാരത്തിൽ എടുക്കേണ്ട നിലപാട് രാഷ്ട്രീയം രാഷ്ട്രത്തെ ബാധിക്കുന്നതാണ്. രാഷ്ട്രത്തെ ബാധിക്കുന്ന ഇഷ്യൂസിൽ ഇയാൾ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തു ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ, അത് ചർച്ച ചെയ്ത് നോക്കൂ. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ വിലയിരുത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുൻഗാമികളായ CH മുഹമ്മദ് കോയ, E അഹമ്മദ്, ഇവരൊക്കെ ആയിട്ട് കമ്പയർ ചെയ്തിട്ട് രാജ്യത്തിന് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തു, ആ കോൺട്രിബ്യൂഷൻ ഇല്ലെങ്കിൽ അതാണ് വിമർശനം. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ കൊണ്ടുവരേണ്ട വിമർശനം ഇത്ര കാലമായി അങ്ങ് രാഷ്ട്രീയത്തിലുണ്ടല്ലോ, ഈ കാലമായി അങ്ങയുടെ മൗലികമായ കോൺട്രിബ്യൂഷൻ എന്താണ് കേരളത്തിന്? അതാണ് ഒരു രാഷ്ട്രീയക്കാരനെ വിലയിരുത്തേണ്ടത്. അയാളുടെ പ്രതിഭ എന്താണ്, അയാളുടെ കാര്യങ്ങൾ, നിയമസഭാ പ്രകടനം എങ്ങനെയാണ്, അയാളുടെ പാർലമെൻ്ററി പെർഫോമൻസ് എങ്ങനെയാണ്, അയാൾ എന്തൊക്കെ പുതിയ പ്രോജക്റ്റുകൾ കൊണ്ടുവന്നു, എന്ത് നവീനമായ എന്തൊക്കെ അയാൾ ഓർക്കാൻ. ഒരു നേതാവിൻ്റെ പേര് പറയുമ്പോൾ ഇപ്പോൾ കൊട്ടാരക്കര മണ്ഡലത്തിൽ ചെന്ന് നോക്കിയാൽ ബാലകൃഷ്ണപിള്ള അടയാളപ്പെടുത്തപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ടാവും, ഇഷ്ടം പോലെ അല്ലേ. അപ്പോൾ അങ്ങനെ ഓർക്കാൻ എന്തുണ്ട്? ഉമ്മൻചാണ്ടിക്ക് ആ മണ്ഡലം മതി ഓർമ്മയ്ക്ക്, സ്മാരകമായിട്ട്, വേറെ സ്മാരകം വേണ്ട. അപ്പോൾ അത്തരത്തിലൊരാളുടെ കോൺട്രിബ്യൂഷൻ പരിശോധിക്കാതെ അയാളുടെ വ്യക്തി ജീവിതത്തിലെ അത് സത്യത്തിൽ എന്ത് പൊളിറ്റിക്സാണത്? ആധുനിക ജനാധിപത്യ സങ്കല്പത്തിൽ ഒരാളുടെ സ്വകാര്യ ജീവിതം ഒളിഞ്ഞു നോക്കുന്നതാണ് ഏറ്റവും വലിയ ജനാധിപത്യ വിരുദ്ധത. രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? പാലക്കാട് മണ്ഡലത്തിൻ്റെ MLA നിലയിൽ എന്ത് ചെയ്യുന്നു? നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എന്താണ്? കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഏറ്റെടുത്ത, പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെ സർക്കാരിനെതിരായി ഏറ്റെടുത്ത സമരങ്ങളുടെ ഗതി എന്താണ്? അത് തന്നെ വിമർശിക്കപ്പെടേണ്ടതാണ്. വിമർശിക്കാൻ മാത്രം കാര്യങ്ങൾ അടുന്നുണ്ട്. രാഷ്ട്രീയം അതാണ് പറയേണ്ടത്. അതിന് പകരം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ കഴിഞ്ഞിട്ട് എവിടെയാണ് പോയി കിടന്നുറങ്ങുന്നത്? ഉറങ്ങുമ്പോൾ അദ്ദേഹം ആരെ വിളിച്ചു? ഏത് രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്? പ്രായപൂർത്തിയായ ഒരു സ്ത്രീക്കും പുരുഷനും ഇന്ത്യയിൽ എവിടെയും ഏത് മുറിയിലും കിടന്നുറങ്ങാൻ നിയമപരമായ പരിരക്ഷയുള്ളൊരു കാലത്താണ്.